നമ്മളെല്ലാവരും ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരും താഴ്ചയിൽ ദുഃഖിക്കുന്നവരുമാണ്. എന്നാൽ എല്ലാ ഉയർച്ചയും എല്ലാ ഉയർച്ചയും സന്തോഷിക്കേണ്ട ഉയർച്ചയല്ല, എല്ലാ താഴ്ചയും ദുഃഖിക്കേണ്ട താഴ്ചയുമല്ല. അതിനൊരു ഉദാഹരണമാണ് തുലാസ്. തുലാസ് നമ്മളുടെ വിഭവങ്ങളെ കൊണ്ട് താഴുമ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അതേസമയം നമ്മുടെ വിഭവങ്ങളെ കൊണ്ട് തുലാസ് പൊന്തുകയാണെങ്കിലോ തീർച്ചയായിട്ടും നമുക്കവിടെ പരാജയമാണ്, ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. എന്നാൽ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മതിന്മകൾ തൂക്കാൻ ഒരു തുലാസ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിൽ കാണാം. ഖുർആൻ പറയുന്നു, അന്ത്യനാളിൽ നീതിപൂർണമായ തുലാസ് നാം ഹാജരാക്കും. അപ്പോൾ ഒരാളും ഒട്ടും ദ്രോഹിക്കപ്പെടുകയില്ല. മനുഷ്യന്റെ കർമ്മം ഒരു കടുക് മണിത്തൂക്കമായിരുന്നാലും അത് നാം കൊണ്ടുവരുന്നതാണ്. കണക്കാക്കുവാൻ നാം തന്നെ മതി. അതായത് ഖിയാമത്ത് നാളിൽ എത്ര ചെറിയ കർമ്മങ്ങളും തൂക്കി കണക്കാക്കുമെന്നാണ്. ഒരനീതിയും ആരോടും അല്ലാഹു ജല്ല വഅല ചെയ്യുകയില്ല. അന്ത്യനാളിൽ എല്ലാ കർമ്മങ്ങളും തൂക്കി കണക്കാക്കപ്പെടുമെന്നും അതിനായി ഒരു തുലാസ് വെക്കപ്പെടുമെന്നും ഖുർആനിലും ഹദീസിലും സ്പഷ്ടമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നാം വിശ്വസിക്കൽ നിർബന്ധവുമാണ്. വഅന്നൽ മീസാന ഹഖ്ഖുൻ, നന്മതിന്മകൾ തൂക്കുന്ന തുലാസ് ഉണ്ട് എന്ന കാര്യം സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഓരോ സത്യവിശ്വാസിയും വിശ്വസിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ കടുക് മണി തൂക്കമേ ഉള്ളൂവെങ്കിലും മനുഷ്യന്റെ കർമ്മങ്ങൾ മഹ്ശറിൽ ഹാജരാക്കപ്പെടുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്മയാണെങ്കിലാവട്ടെ തിന്മയാണെങ്കിലാവട്ടെ. ആ പ്രയോഗം അങ്ങേയറ്റം നിസ്സാരവും കുറവുമാണെങ്കിലും ശരി എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. കടുക് മണി എന്നത് ചെറിയത് എന്നതിന് ഉപമമായി പറഞ്ഞതാണ് എന്ന് തഫ്സീറുകളിൽ കാണാം. ഇത്തരം ഉപമകളൊക്കെ പല ഭാഷകളിലും കാണാൻ സാധിക്കുന്നതുമാണ്. ഈ നന്മതിന്മകൾ എങ്ങനെയാണ് തൂക്കുക, തുലാസുകൾ ഏത് രീതിയിലുള്ളതാണ് എന്നൊക്കെ സ്പഷ്ടമായി അറിയുന്നത് അള്ളാഹു മാത്രമാണ്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെല്ലാം അന്ത്യനാളിൽ സാക്ഷാൽ തുലാസുകൾ തന്നെ അള്ളാഹു സ്ഥാപിക്കുമെന്നും അവ കൊണ്ട് മനുഷ്യന്റെ കർമ്മങ്ങൾ എഴുതപ്പെട്ട ഏടുകൾ തൂക്കുമെന്നുമുള്ള അഭിപ്രായക്കാരാണ്.